ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വളരെ ശ്രദ്ധേയമായ ശ്യാമസുന്ദരൻ എന്ന കവിതാ സമാഹാരത്തിലെ പരിണാമഗുപ്തി എന്ന കവിതയാണ്, അതിലെ ശ്ലോകങ്ങളാണ് ഇന്നു മുതൽ ചൊല്ലി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ആകെയുള്ള 152 ശ്ലോകങ്ങൾ. അതിനെയാണ് വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും ഏകദേശം 20ഓളം ശ്ലോകങ്ങൾ എന്നുള്ള രൂപത്തിൽ ചൊല്ലി സമർപ്പിക്കുന്നത്. പരിണാമഗുപ്തി. ദുഷ്യന്തനാം ജീവനു നഷ്ടമായ ചിൽപ്രത്യഭിജ്ഞാ കനകാംഗുലീയം മായാബ്ധിയിൽ തപ്പിയെടുത്തു നൽകുമാ മുക്കുവ പെൺമകനെ സ്മരിക്കാം. വെള്ളത്തലപ്പാവു ധരിച്ചതിന്മേൽ ചന്ദ്രകലാചമ്പകമൊന്നു ചൂടി തീച്ചന്ദന പൊട്ടുമണിഞ്ഞു പച്ച ശൃംഗാരിയാടിയവൻ സഹായം. കാമന്റെ തങ്കക്കുളിർമൈ വിവേകതൃക്കണ്ണിനാൽ ചുട്ടുകരിച്ച ഭസ്മം പ്രേമാശ്രുവാം വിഷ്ണുപതി ജലത്തിൽ ചാലിച്ചു പൂശുന്ന പുമാൻ സഹായം. അപ്പാർവതിക്കും കമലാപതിക്കുമൊപ്പം വെളുപ്പേറിയ തന്റെ ദേഹം പപ്പാതി വീതിച്ചു കൊടുത്തൊടുക്കം മുപ്പാർ മുടിക്കും പ്രഭു പാപ്പരായി. അപ്പം ഗണേശനു യശോദ നൽകും നേരത്തു ഞാനാണു ഗണേശനെന്നായി നാൽക്കാലു കുത്തി ഗജമായുടൻ വന്നെല്ലാം വിഴുങ്ങും ശിശുവാശ്രയം മേ. വില്ലമ്പുമാറ്റി കുഴലും കിരീടം തള്ളിട്ടു പീലിക്കുഴലും ധരിച്ചാൽ ധാരാധര ശ്യാമളഗാത്രനാകും ശ്രീരാമനെ പിന്നെ നമസ്കരിക്കാം. പ്രഹ്ലാദ, നീ ഇത്ര നൃസിംഹവേഷം കണ്ടിട്ടു ഞെട്ടാതരികത്തു ചെല്ലൂ. വെൺചാമരത്താടിയഴിച്ചു നോക്കൂ, കാണാമതിൽ ഗോപകിശോരവേഷം. കുടിച്ച പാൽ പുഞ്ചിരിയായി വീണ്ടും ജനിച്ചു ചുണ്ടത്തു പൊഴിച്ച രശ്മി പകർത്തി വെൺചാമരമാക്കി നെയ്തു മുഖത്തു പറ്റിച്ചലറുന്നു കൃഷ്ണൻ. മദന്തര ഉപാസന മംഗളാഗ്നി
നിരന്തരോപാസന കൊണ്ടു വീശി കെടാതെ സൂക്ഷിച്ചു മറഞ്ഞിരുന്നു തലോടുമേതോ വളയിട്ട കൈകൾ. മന്ദസ്മിതം കൊണ്ടു കുതിർന്നലിഞ്ഞു വേണുസ്വനത്താൽ മധുരിച്ചു നിത്യം വൃന്ദാവനത്തിൽ തെളിയുന്ന രാധാ സൗഭാഗ്യഭാഗ്യക്കുറിയന്റെ ചിത്തം. കാളിന്തിയിൽ കണ്ടൊരു തൂനിലാവിൽ കൂലം കുളിപ്പിച്ചൊരു നീലിമാവിൽ ലോകം കുളിർപ്പിച്ചൊരു പൂർണിമാവിലുള്ളം കളിപ്പൂ പശുപക്കിടാവിൽ. കൊട്ടത്തളത്തിൽ കുളിയും കഴിഞ്ഞു കുട്ടിത്തളക്കോപ്പുകിലുക്കി മെല്ലെ വെട്ടിത്തുളുമ്പും കൃപയോടുകൂടി തത്തിക്കളിച്ചങ്ങനെ വന്നു കൃഷ്ണൻ. കണ്ണന്റെ ചുണ്ടാകിയ കാമധേനു ഊറ്റിച്ചുരത്തും മൃദുഹാസദുഗ്ധം ശ്രീവേണുവാം കുട്ടി കുടിച്ച ശിഷ്ടം ഗോപീകടാക്ഷങ്ങൾ കറന്നെടുത്തു. പ്രപഞ്ചരംഗത്തിനു പിന്നിലുള്ളോരദൃശ്യനേപഥ്യഗൃഹത്തിൽ മേവി വിചിത്രവേഷത്തിനു ചൊട്ടിക്കുത്തി രസിച്ചിടുന്നുണ്ടൊരു സൂത്രധാരൻ. ക്ഷേത്രത്തിൽ ഞാൻ സാധനയായിടുന്ന കൈക്കോട്ടുകൊണ്ടൊന്നു കിളച്ച നേരം അവ്യക്തമായി കേട്ട കിലുക്കമെന്റെ കാതിൽ സുധായൂഷമൊഴുക്കിടുന്നു. അങ്ങാടിയായ അദ്ഭുത വസ്തുവിന്നു കണ്ണാടിയായാഗമവാക്കിനെല്ലാം ചങ്ങാതിയായ ആശ്രയമറ്റവർക്കു ചങ്ങാടമായി മൃത്യുവിനുണ്ടൊരുണ്ണി. കുണ്ടിൽ കിടക്കുന്ന ജനത്തിനേണി കേറിക്കഴിഞ്ഞോനൊരു പൊന്നൊഴിഞ്ഞാൽ ആടിക്കഴിഞ്ഞോനു മിനുത്തമെത്ത വാതാലയേശന്റെ പദാരവിന്ദം. മോക്ഷം തുറക്കുന്നൊരു ചീർപ്പുപോലെ ചിൽക്കാമ്പൊലിക്കുന്നൊരു പൊന്നുചാലേ പൂമാതുറങ്ങുന്നൊരു ചന്ദ്രശാലേ നീയാശ്രയം ശ്രീ ഭഗവാന്റെ കാലേ. കുന്നിച്ച ദുഃഖങ്ങളിൽ നിന്നു കേറാൻ കാണിച്ച കോണിപ്പടി ഗോപതന്നീ തെണ്ടിച്ചു തന്മേനിയുടച്ചൊടുക്കം മേടിച്ച മാസപ്പടി മാധവാംഘ്രി. മന്നിന്നടുത്തൂണു മഹർഷിമാർത്തൻ ജോലിക്കടുത്തൂണു ബൃഹദ്വനത്തിൽ ശ്രീരാധതൻ കണ്ണിനു സദ്യയൂണ് കൃഷ്ണന്റെ ചേതോഹരമായ രൂപം. ഉൾത്താർ ഗൃഹത്തിൽ പുതുരാഗമാകും നേർത്തോരു വീരാളി വിരിച്ചതിന്മേൽ ക്ഷേത്രജ്ഞനെ സ്ഥാപന ചെയ്തു ദീപം കത്തിച്ചു ചിന്താശിഖ കൊണ്ടു ഞങ്ങൾ. ഗൃഹം ധനം ബാന്ധവമിന്ദ്രപട്ടം ബ്രഹ്മാസനം മോക്ഷമിതൊക്കെ ഞങ്ങൾ മരുൾപുരാധീശ പദത്തിലുള്ള മണൽത്തരിക്കായിത വിറ്റിടുന്നു. 22 ശ്ലോകങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുന്നു. 23-ാമത്തെ ശ്ലോകം മുതൽ നാളെ നമുക്ക് ചൊല്ലാൻ ഭഗവാൻ അവസരവും അനുഗ്രഹവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ശ്രീകൃഷ്ണ നിന്റെ മുന്നിൽ അടിയനുമിവിടെ വീണു പ്രാർത്ഥിച്ചിടുന്നേൻ. ശ്രീകൃഷ്ണ സ്വീകരിക്കൂ പല പല വിധമാമക്ഷരത്തിൻ്റെ നേദ്യം. ശ്രീകൃഷ്ണ ജീവിതത്തിൽ ഹരികഥ പറയാൻ എന്നും എന്നെ തുണയ്ക്കൂ. ശ്രീകൃഷ്ണ വാതനാഥ ചൊരിയുക ഇവനിൽ ആയുരാരോഗ്യ സൗഖ്യം. അക്ഷരസ്വരൂപനായ ഭഗവാന്റെ അത്ഭുതകരമായ അനുഗ്രഹ വർഷം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 929 ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധം, ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന ദ്വാദശ സ്കന്ധം, അതിൽ 6-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനെ അനുഗ്രഹിച്ച് യാത്രയായി എന്നും പരീക്ഷിത്ത് ആ ഭഗവത് സ്വരൂപത്തെ, ആ പ്രത്യേകാത്മാവായിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ, പരമമായ ആ സത്യത്തെ ധ്യാനിച്ചും കൊണ്ട് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞതുപോലെ പരം ദധ്യവും ആ പരമ ചൈതന്യത്തെ ധ്യാനിച്ചും കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. പ്രാക്കൂലേ ബർഹിഷ്യാസീനോ ഗംഗാകൂല ഉദങ്മുഖ ബ്രഹ്മഭൂതോ മഹായോഗി നിസ്സംഗച്ഛിന്ന സംശയ. പ്രാക്കൂലേ ബർഹിഷി, കിഴക്കോട്ട് തിരിച്ചു വെച്ച ദർഭയിൽ, ഗംഗാകൂലേ ഉദങ്മുഖ, ഗംഗാതീരത്തിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന്, ദർഭയുടെ പുല്ല് കിഴക്കോട്ട്, പരീക്ഷിത്ത് വടക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുന്നു. ഉദങ്മുഖ, വടക്കോട്ട് മുഖത്തോടുകൂടി, നിസ്സംഗ, ശരീരത്തിൽ ഒരു തരത്തിലുള്ള സംഘവുമില്ലാതെ, ഛിന്ന സംശയ, സംശയങ്ങളെല്ലാം ഒഴിവായി, മഹായോഗി, മഹായോഗിയായി, ബ്രഹ്മഭൂത ആസീന, ബ്രഹ്മമായി മാറി അവിടെ ഇരുന്നു. ഇപ്പോ പരീക്ഷിത്ത് എന്ന നാമമോ രൂപമോ ഒന്നും അവിടെ പ്രസക്തമല്ല. ഒരേ ഒരു ബ്രഹ്മം, താൻ ബ്രഹ്മമാണ് എന്ന ഭാവത്തിലേക്ക്. അപ്പൊ ഗംഗയുടെ തീരത്ത് കിഴക്കോട്ട് തലപ്പോടുകൂടിയ ദർഭ അത് വിരിച്ചു. ആ ദർഭയാകുന്ന ആസനത്തിൽ, ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് യോഗമാർഗത്തെ അവലംബിച്ച് ശരീരമോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ഒന്നുമല്ല താൻ എന്ന ബോധ്യത്തിലേക്ക് എത്തി. ആത്മാവ് മാത്രമാണ് താൻ, ശരീരാദികളിൽ ഒട്ടും തന്നെ ബന്ധപ്പെടാതെ, അതിൻ്റെ ഒരു തരത്തിലുള്ള സംഘവുമില്ലാതെ, നിർവികൽപ്പ സമാധി എന്ന തലത്തിൽ ബ്രഹ്മസ്വരൂപമായി പരീക്ഷിത്ത് അചഞ്ചലമായ മനസ്സും അചഞ്ചലമായ വപുസ്സും അചഞ്ചലമായ തപസ്സും ചേർന്നുകൊണ്ട് അവിടെ ഭഗവാനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. തക്ഷക പ്രഹിതോ വിപ്ര ക്രുദ്ധേന ദ്വിജസൂനുന ഹന്തുകാമോ നൃപം ഗച്ഛൻ ദദർശ പഥി കശ്യപം. വിപ്ര, ഹേ ബ്രാഹ്മണരെ, ക്രുദ്ധേന ദ്വിജസൂനുന, ക്രോധിച്ച ആ ബ്രാഹ്മണപുത്രനാൽ, പ്രഹിത അയക്കപ്പെട്ട, തക്ഷക തക്ഷകൻ, നൃപം ഹന്തുകാമ രാജാവിനെ കൊല്ലാൻ ആഗ്രഹമുള്ളവനായി, ഗച്ഛൻ പോകുന്നത് കണ്ടിട്ട്, പഥി വഴിയിൽ, കശ്യപം ദദർശ ആ പോകുന്ന സമയത്ത് വഴിയില് കശ്യപനെ കണ്ടു. അപ്പൊ രാജാവിന്റെ സമീപത്ത് മരിച്ചവനെ മരിപ്പിക്കാൻ പിഷ്ടപേഷണ ന്യായം എന്ന് വെച്ചാൽ പൊടിച്ചതിനെ വീണ്ടും പൊടിപ്പിക്കുക. ഇവിടെ അദ്ദേഹത്തിന്റെ ശരീരം ആ ആത്മാവുമായി ബന്ധമില്ലാത്തതായി മാറിക്കഴിഞ്ഞു. മരിച്ചവനെ മരിപ്പിക്കാൻ രക്ഷകൻ വന്നു എന്ന ഒരു അർത്ഥം കൂടി ഇവിടെ കാണുന്നു. ദേഷ്യം വന്ന മഹർഷികുമാരൻ ശപിച്ചു. ഇത് ലംഘിത മര്യാദം എന്ന് പറഞ്ഞാണ് ശാപം ഉണ്ടായത്, അല്ലേ?
ഇത് ചെയ്തവൻ ആരാണെങ്കിലും ഈ മര്യാദ വിട്ട അതിർത്തി വിട്ട ഈ പ്രവൃത്തിക്ക് ഫലമനുഭവിക്കണം. തക്ഷക സപ്തമേഹനി, തക്ഷകൻ 7ാമത്തെ ദിവസം കടിച്ച് കൊല്ലട്ടെ എന്ന് പറയുണ്ടായി. അങ്ങനെ ആ മഹർഷികുമാരന്റെ ശാപം കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട തക്ഷകൻ രാജാവിനെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ട് വരുന്ന സമയത്ത് വഴിയിൽ പഥി കശ്യപം, ആ വഴിയിലെ കശ്യപനെ കണ്ടു. ദദർശ തം തർപ്പയിത്വാ ദ്രവിണൈർ നിവർത്തിയ വിഷഹാരിണം ദ്വിജരൂപ പ്രതിച്ഛന്ന കാമരൂപോ ദശൻ നൃപം ദ്രവിണൈഹി വിഷഹാരിണം തം തർപ്പയിത്വാ, ധനം കൊണ്ട് വിഷഹാരിയായ അവനെ സന്തോഷിപ്പിച്ചിട്ട് നിവർത്തിയ തിരിച്ചയച്ചിട്ട് ദ്വിജരൂപ പ്രതിച്ഛന്ന, ബ്രാഹ്മണ രൂപത്തിൽ മറയ്ക്കപ്പെട്ട കാമരൂപ, കാമരൂപനായ ഇഷ്ടം പോലെ രൂപം മാറ്റാൻ കഴിവുള്ള തക്ഷകൻ നൃപം അദശൽ, ആ രാജാവിനെ കടിച്ചു എന്നാണ്. കശ്യപ മുനിയുടെ അടുത്ത് തക്ഷകൻ ചോദിച്ചു, എങ്ങോട്ട് പോണു? അപ്പൊ പരീക്ഷിത് രാജാവിനെ വിഷബാധയിൽ നിന്ന് രക്ഷിക്കാൻ പോണു. തം, ആ വിഷഹാരിണം തം എന്നാണ്. പരീക്ഷിത് മഹാരാജാവിനെ വിഷബാധയിൽ നിന്ന് ജീവിപ്പിച്ച് ധനം സമ്പാദിക്കാൻ പോണു. അതാണ്, അവിടെ പോയാൽ ധനം കിട്ടും. പരീക്ഷിത്ത് തക്ഷകദംശനമേറ്റ് കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്ന സമയത്ത് രാജാവിനെ ജീവിപ്പിച്ചാൽ രാജാവിൽ നിന്ന് ഒരുപാട് ധനം കിട്ടും. അതിനാണ് പോണത് എന്ന് കശ്യപൻ. അപ്പൊ പറഞ്ഞു, ഞാൻ ആ ധനം അങ്ങോട്ട് തന്നാൽ പോകാതിരുന്നൂടെ? ഞാനാണ് തക്ഷകൻ, എന്റെ വിഷത്തെ തടുക്കാൻ അങ്ങ് ശക്തനാണെങ്കിൽ ആ ആൽവൃക്ഷത്തിലേക്ക് ഞാൻ വിഷം വ്യാപിപ്പിക്കാം, അതുണങ്ങും. അതിനെ രണ്ടാമതും ആ കിളിർത്തു വരാൻ അങ്ങയുടെ തപശക്തിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ കശ്യപൻ അത് ചെയ്തു. ഇവിടെ തക്ഷകൻ പറഞ്ഞു, അങ്ങക്ക് ആവശ്യമുള്ള ധനം ഞാൻ തരാം എന്ന് പറഞ്ഞ് തക്ഷകൻ കശ്യപനെ തിരിച്ചയച്ചു. എന്നിട്ടോ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് രാജാവിന്റെ സമീപത്ത് ചെന്നു. തക്ഷക രൂപത്തോടു കൂടിയ ആ ബ്രാഹ്മണൻ ഇവിടെ തക്ഷകന്റെ രൂപം എടുത്തു, രാജാവിനെ കടിച്ചു. കാമരൂപിയാണ്, അതുകൊണ്ട് ഏത് രൂപം എടുക്കാൻ സാധിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റു ചില കഥകളിൽ ഒരു പുഴുവിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കൊണ്ടുപോയ ഫലത്തിന്റെ ഉള്ളിൽ കയറിയിരുന്നു എന്നും അത് പുഴു വലുതായി തക്ഷകനായി എന്നും. ഇവിടെ അങ്ങനെയല്ല, ഒരു ബ്രാഹ്മണ രൂപത്തിൽ ചെന്നു എന്നാണ് പറയുന്നത്. ദ്വിജരൂപ പ്രതിച്ഛന്ന എന്നാണ്. ദ്വിജരൂപത്തിൽ, ബ്രാഹ്മണ രൂപത്താൽ മറയ്ക്കപ്പെട്ട കാമരൂപിയായിരിക്കുന്ന തക്ഷകൻ അവിടെ ചെന്ന് ആ പരീക്ഷത്തിനെ ദംശിച്ചു. ബ്രഹ്മഭൂതസ്യ രാജർഷേർ ദേഹോ ഹി ഗരളാഗ്നിനാ ബഭൂവ ഭസ്മസാൽ സദ്യ പശ്യതാം സർവദേഹിനാം. ബ്രഹ്മഭൂതസ്യ രാജർഷേ ദേഹ, ബ്രഹ്മമായി മാറിക്കഴിഞ്ഞിരുന്ന രാജർഷിയുടെ ദേഹം അഹിഗരളാഗ്നിന, സർപ്പവിഷത്തിന്റെ അഗ്നിയിൽ. അഹി സർപ്പം, ഗരം വിഷം, അഗ്നി, ഇവിടെ ആ തീയ. അപ്പൊ ഗരളം എന്നും പറയും. ഗരം, ഗരളം ഇതൊക്കെ വിഷത്തിനുള്ളതാണ്. അപ്പോ അഹിഗരളാഗ്നിന, ആ സർപ്പവിഷാഗ്നിയിൽ സർവദേഹിനാം പശ്യതാം, എല്ലാവരും നോക്കി നിൽക്കെ സദ്യ, വളരെ പെട്ടെന്ന് ഭസ്മസാദ് ബഭൂവ, ഭസ്മമായി മാറി. സർപ്പദംശനം മരണാനന്തരം പിതൃശരീരത്തെ ഉദ്ദേശിച്ച് പുത്രൻ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി നിർവഹിച്ചു എന്ന് കാണിക്കുകയാണ്. നിർവികൽപ്പ സമാധിയോഗത്തിൽ ബ്രഹ്മമായി മാറി രാജർഷി. ശരീരം തക്ഷക വിഷാഗ്നിയിൽ വേഗത്തിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ ഭസ്മമായി മാറുകയും ചെയ്തു. ഹാഹാകാരോ മഹാനാസീൽ ഭുവി ഘേ ദിക്ഷു സർവതാ വിസ്മിതാഹ്യഭവൻ സർവേ ദേവാസുര നരാദയാം. ഭുവി, ഭൂമിയിലും, ഘേ ആകാശത്തിലും, ദിക്ഷു സർവതഃ ദിക്കുകളിലും എല്ലായിടത്തും മഹാൻ ഹാഹാകാര, വലിയ മഹത്തായ ഹാഹാ എന്നുള്ള ശബ്ദം, വലിയ അപകടമുണ്ടാകുമ്പോ എല്ലാവരും ഉറക്കെ ശബ്ദിക്കണു. ആസീത് ഉണ്ടായി. ദേവാസുര നരാദയ, ദേവന്മാര്, അസുരന്മാര്, മനുഷ്യര് തുടങ്ങി സർവരും വിസ്മിതാ അഭവൻഹി, എല്ലാവരും ആശ്ചര്യമുള്ളവരായി മാറി.
അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ദുഃഖത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ഭൂമിയിലും ആകാശത്തിലും മറ്റ് സർവ്വദിക്കുകളിലും ഉണ്ടായിരുന്ന മനുഷ്യർ, ദേവന്മാര്, അസുരന്മാര്, ഇവരൊക്കെ ഹാഹാകാരം, അവര് ഉറക്കെ ശബ്ദിച്ചു. കഷ്ടം കഷ്ടം എന്നൊക്കെ പറഞ്ഞു. ആശ്ചര്യം ഉണ്ടായി അവർക്കൊക്കെ. ഈ സമയത്തോ ദേവദുന്ദുഭയോ നേതുർ ഗന്ധർവാപ്സരസോ ജഗു വവൃഷു പുഷ്പവർഷാണി വിബുധ സാധുവാദിന. ഇവിടെ പറയുകയാണ്, ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷത്തിന്റെ ആ മോക്ഷപ്രാപ്തി, ഭഗവാനിലേക്ക് എത്തി പരീക്ഷിത്ത് എന്ന് തിരിച്ചറിവുണ്ടായപ്പോ ദേവവാദ്യങ്ങളായ ദുന്ദുഭി മുഴങ്ങി, ഗന്ധർവന്മാരും അപ്സരസ്സുകളും പാട്ടുപാടി, ദേവന്മാര് ആ സജ്ജനങ്ങളെ പ്രകീർത്തിച്ചും കൊണ്ട് അവിടെ വവൃഷു പുഷ്പവർഷാണി, പുഷ്പവർഷം ഉണ്ടായി. ജനമേജയനോ ജനമേജയസ്വപിതരം ശ്രുത്വാ തക്ഷക ഭക്ഷിതം യഥാ ജുഹാവ സംക്രുദ്ധോ നാഗാൻ സത്രേ സഹദ്വിജൈ. ജനമേജയഃ, ജനമേജയൻ പരീക്ഷത്തിന്റെ പുത്രൻ, സ്വപിതരം തക്ഷക ഭക്ഷിതം ശ്രുത്വ, തന്റെ അച്ഛനെ തക്ഷകൻ ഭക്ഷിച്ചതായി ശ്രുത്വ, കേട്ടിട്ട്, സംക്രുദ്ധ, ഏറ്റവും ദേഷ്യപ്പെട്ട്, ദ്വിജൈ സഹ, ബ്രാഹ്മണരോടുകൂടി, സത്രേ നാഗാൻ യഥാ ജുഹാവ, സത്രത്തിൽ നാഗങ്ങളെ ഒരു സർപ്പസത്രം നടത്തി, യഥാ ജുഹാവ, വിധിപ്രകാരം ഹോമിച്ചു എന്നാണ്. ജനമേജയ രാജാവ് തന്റെ അച്ഛനെ തക്ഷകൻ ദംശിച്ചു. തക്ഷകന്റെ ദംശനമാണ് തന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായത് എന്ന് തെറ്റിദ്ധരിച്ച് മഹാകോപം കൊണ്ട്, അപരാധം ചെയ്തവൻ തക്ഷകൻ മാത്രമാണ്, പക്ഷേ ആ തക്ഷകന്റെ കുലം, സർപ്പങ്ങൾ മുഴുവൻ ഇതിൽ വീണ് വെന്തുചാമ്പലാവട്ടെ എന്ന് കാണിക്കുകയാണ്. ഇവിടെ വിചാരഹീനനായി രാജാവ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രാഹ്മണരെ കൊണ്ട് സർപ്പസ്ത്രം നടത്തിച്ചു, മന്ത്രശക്തി കൊണ്ട് സർപ്പങ്ങളെ മുഴുവൻ ആകർഷിച്ച് അഗ്നിയിൽ ഹോമിക്കാനായിട്ട് തുടങ്ങി. രാജാക്കന്മാര് ഇത്തരത്തിൽ ചിന്തിക്കുകയേ പാടില്ല എന്നാണ്. വിചാരശീലന്മാരും വിവേകമുള്ളവരുമാവണം. വികാരത്തിന് അടിമപ്പെട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, വിചാരഹീനനായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരപരാധികൾക്ക് പോലും അപകടം ഉണ്ടാവും. രാജ്യത്തെ ഒരു രാജാവ് ഈ തരത്തിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ മന്ത്രിമാർ, അധികാരികൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്തുണ്ടാവും? നിരപരാധികൾ പോലും സങ്കടത്തിൽപ്പെടും. അപ്പൊ ക്രോധത്തെ വർജിക്കണം അധികാരികൾ എന്ന് പ്രത്യേകമായിട്ട് ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ്. ക്രോധം സർവനാശത്തിന് കാരണമാവും എന്നും കാണിക്കുന്നു. അങ്ങനെയുള്ള 16ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള 152 ശ്ലോകങ്ങളോടുകൂടിയ പരിണാമഗുപ്തി എന്ന ശ്ലോക മാല്യത്തിലെ ആദ്യത്തെ 22 ശ്ലോകങ്ങളാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇനിയുള്ള 6 ദിവസങ്ങൾ കൂടി നമുക്ക് ഈ പരിണാമഗുപ്തി എന്ന ഒട്ടൂരിന്റെ കവിത കേട്ടുകൊണ്ടാവാം ഭാഗവതം അറിയാനലിയാൻ എന്നുള്ളത് കേൾക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം,
പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമല മഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം
മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.